ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹലോ കേസ് ഫാമിലി. അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ബീഫ് കറി ഉണ്ടാക്കി. ഉള്ളിയും സവാളയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായത് കാന്താരി മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ എടുക്കണം. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളകായാലും മതി. അപ്പോൾ നമുക്കറിയാം എന്താണേലും ബീഫാണ്, അപ്പോൾ കുറച്ച് കറിവേപ്പില ആവശ്യമാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, മസാല, ഗരം മസാലപ്പൊടി ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പിട്ട് ഇളക്കി നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി മുളക് പൊടി, മല്ലിപ്പൊടി ഇടുക, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കഷ്ണങ്ങളിലെല്ലാം നന്നായിട്ട് പൊടികൾ പിടിക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി, അപ്പോൾ നമുക്ക് കുക്കറിൽ തന്നെ ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ച് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യം ഒരു ഡ്രോപ്പ് വിനെഗറാണ്. ഇനിയും നമ്മൾ അരമുറി നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കേണ്ടതാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മളിതെല്ലാം ആക്കി അടുപ്പത്ത് വെക്കും. അപ്പോൾ അപ്പുറത്ത് അടുപ്പത്ത് നമുക്ക് കുറച്ച് കപ്പ നമ്മൾ പുഴുങ്ങുന്ന രീതിയിലാക്കിയിട്ട് അതും അപ്പുറത്ത് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കപ്പ അവിടെ ഇരുന്ന് വേവട്ടെ. ഒരു ശകലം ഉപ്പൂടെ ഇടാം. നമുക്ക് ഇരുന്നിട്ട് ഇത് അടച്ചു. അപ്പോൾ നമ്മുടെ കപ്പ വെന്ത് നമ്മളത് ഊറ്റി നമ്മൾ കപ്പയ്ക്ക് അരയ്ക്കാനുള്ള സാധനങ്ങളും എടുത്തു. അപ്പോൾ അതിനായി കറിവേപ്പില, ജീരകം, വെളുത്തുള്ളി, തേങ്ങ ഇത്രയും വേണം. അത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ കുക്കർ വെച്ച് നമ്മുടെ ബീഫ് വെന്ത് കഴിഞ്ഞു. ഇപ്പോഴത്തെ നമുക്ക് ബീഫിന് ചേർക്കാൻ വേണ്ടുന്ന സാധനങ്ങൾക്കായി നമുക്ക് ഓൾറെഡി അടുപ്പത്ത് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് അതായത് നമ്മൾ ചട്ടിയിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഒന്ന് കടുക് വറുത്തെല്ലാം എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ നമ്മൾ വറുത്തെടുക്കണം. അപ്പോൾ അതിനായി വെളിച്ചെണ്ണ ഒഴിച്ചു. തേങ്ങ ആദ്യം വറുത്ത് നമ്മൾ എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിനകത്ത് യോജിപ്പിച്ച് വെച്ചിട്ട് നമ്മളത് ചട്ടിക്കകത്ത് ആക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സവാളയൊന്നും വേണ്ട. ഒരു 2-3 കൊച്ചുള്ളി മതി. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ തേങ്ങ സൈഡിലോട്ട് മാറ്റി വെച്ചു. എന്നിട്ടാണ് ബാക്കി അങ്ങനെ എടുത്തത്. അപ്പോൾ അത് നന്നായിട്ട് ആക്കിയിട്ട് നമ്മൾ ഈ ചട്ടിക്കകത്തോട്ടിട്ട് ബാക്കി എല്ലാം നമ്മൾ ചട്ടിക്കകത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് വഴങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പുറത്തെ അടുപ്പത്ത് അതിരുന്ന് അങ്ങനെ വഴന്ന് വരുമ്പോഴത്തേക്കും അപ്പുറത്തെ അടുപ്പത്ത് നമ്മൾ കുക്കറിൽ നിന്ന് അതെല്ലാം എടുത്ത് കഴുകി എല്ലാം ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ശകലം കൂടെ വെള്ളം നമ്മൾ ചേർത്ത് ഇളക്കി അപ്പുറത്തെ സൈഡിൽ നമ്മൾ ചട്ടിക്കകത്ത് ഇറച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തീ കൂട്ടി അങ്ങനെ പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഇനി നമുക്കിനകത്ത് പൊടികൾ ചേർക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പൊടികളെല്ലാം ചേർത്താണ്. പക്ഷേ എങ്കിലും ഇനി നമ്മൾ കുറച്ച്, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ അതുപോലെ ഗരം മസാലപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി ഏകദേശം അതൊന്ന് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അത് യോജിപ്പിച്ച് ചേർക്കാവുന്നതാണ്. ആക്ച്വലി ഫസ്റ്റ് നമുക്ക് കടു വറുത്തിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ ഫസ്റ്റ് കടു വറുത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം പൊടികളാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ കടു വറുക്കുന്നത്. പക്ഷേ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ പൊടി മുഴുവൻ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ കടു വറുക്കുന്നത്. പക്ഷേ നിങ്ങൾക്കിത് ആദ്യമേ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടുകെല്ലാം പൊട്ടി നമ്മൾ സെറ്റായി. നമ്മളെല്ലാം ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇനി നമ്മളിത് ആ ബീഫിൻ്റെ ചട്ടിക്കകത്തോടെ നമ്മൾ ഇട്ട് കൊടുത്ത് ഇളക്കാം. അപ്പോൾ നമ്മളിത് ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ ഇത് അടച്ച് വെക്കാവുന്നതാണ്. ചട്ടി അടച്ച് വെക്കണം. അപ്പോൾ തീ ഇച്ചിരി കൂട്ടിയിട്ട് പിന്നെ നമുക്ക് കുറയ്ക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. കൊച്ചുള്ളി, പുളി, കാന്താരി, ഉപ്പ്, പച്ചവെളിച്ചെണ്ണ ഇത്ര മതി. നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കണം. സൂപ്പർ ടേസ്റ്റി ചമ്മന്തി റെഡി. കുറച്ച് കപ്പ തന്നെ നോക്കാം. നമ്മുടെ പുഴുങ്ങിയ കപ്പ, കാന്താരി ചമ്മന്തി, ചോറുന്ന കപ്പ തിന്ന. അപ്പോൾ ഗൈസ് അതാ നമ്മുടെ അടിപൊളി. ഓ മൈ ഗോഡ്, എന്തൊരു മണമെന്നറിയോ. അങ്ങനെ അങ്ങോട്ടോ സൂപ്പർ ടേസ്റ്റ് നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അത് കാണുമ്പോൾ തന്നെ വായിന് വെള്ളം വരുന്നു. കണ്ടു, നമ്മളിപ്പോൾ തീ കുറച്ചു, തീ നിർത്തി. ഓക്കെ, നന്നായിട്ട് വെന്തെല്ലാം റെഡി ആയിട്ടുണ്ട്.
ആ ഒരു വേവിൽ അങ്ങനെ അവിടെ ഇരുന്ന് അടച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതവിടെ ഇരിക്കട്ടെ. ചൂട് ചൂട് കപ്പ, ചൂട് ചൂട് കപ്പ. അപ്പോൾ നമ്മുടെ ചൂട് ചൂട് കപ്പ അതവിടെ ഇരിക്കട്ടെ. വേവിച്ച് നമ്മൾ സെറ്റാക്കി എല്ലാ മസാലയൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതേ നോക്കിയാൽ നമ്മുടെ കറി കണ്ടോ ഗൈസ്, ബീഫ് കറി. വായിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ആ കപ്പ നമ്മളിപ്പോൾ ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകും. ഇങ്ങനെയും നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം. കണ്ടോ, നമ്മൾ ബീഫ് കുറച്ച് ചാറും കഷ്ണവും കൂടെ എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കപ്പയ്ക്കകത്തോട്ട് ഇച്ചിരി എടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. എല്ലും കപ്പ സാധാരണ വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ കപ്പ ബിരിയാണി. വളരെ പെട്ടെന്ന് കപ്പ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെയും തയ്യാറാക്കാം. പക്ഷെ ഞാനൊരു ശകലം കപ്പ മാറ്റി വെച്ചായിരുന്നു കേട്ടോ. ഇത് ബാക്കിയുള്ളതാണ് ഞാനിങ്ങനെ കപ്പ ബിരിയാണി പോലെ ഇങ്ങനെ അങ്ങ് സെറ്റാക്കി വെച്ചത്. എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ ഒരു ഐഡിയ? നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കപ്പ മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ല, അതാണ് ഞാനിപ്പോൾ കാണിച്ചു. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ചെയ്ത് നമ്മൾ മെഴുക്ക് പുരട്ടിയുണ്ട്, കാന്താരി ചമ്മന്തിയുണ്ട്, മീൻകറിയുണ്ട്. ഓ മൈ ഗോഡ്, എന്തൊക്കെ വിഭവങ്ങളാണ്! Today's special. Wow.